1200 ആണ്ട് കൊല്ലവർഷം ആയില്യ നക്ഷത്ര പൊതുഫലങ്ങൾ. ആയില്യ നക്ഷത്രക്കാർക്ക് 11 വ്യാഴമാണ് 2025 മെയ് മാസം വരെ. അതുപോലെ തന്നെ കണ്ടകശനി കാലഘട്ടം കൂടിയാണ്. 2025 മാർച്ച് മാസത്തിന് ശേഷം അവർക്ക് കണ്ടകശനിയുടെ ദോഷം മോചിതമാകും. അതിനുശേഷമുള്ള 2 മാസ സമയം ഒട്ടേറെ അഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആയില്യ നക്ഷത്രക്കാർക്ക്. ആയില്യ നക്ഷത്ര പൊതുഫലങ്ങൾ. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും തങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി അനുഭവത്തിൽ വന്നു ചേരും. വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും അനുഭവപ്പെടും. കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനം സംജാതമാകും. ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടാകും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അർഹമായ പൂർവിക പിതൃ സ്വത്തുക്കൾ രേഖാപരമായി ലഭിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ ആശ്ചര്യം അനുഭവപ്പെടും. ചിന്തകൾക്കതീതമായ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും. ചിത്രവര, വാസ്തുവിദ്യ, ശില്പശാസ്ത്രം, കലാകായിക രംഗങ്ങൾ, സാഹിത്യരചനകൾ തുടങ്ങിയവയിൽ ഭാവനയ്ക്കനുസൃതമായ ഉയരങ്ങൾ സാധിക്കും. ഏറ്റെടുത്ത ദൗത്യം മനസ്സംതൃപ്തിയോടുകൂടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കും. വഴിപാട് നേർന്ന് കാര്യസാധ്യം കൈവന്ന് നേർന്ന വഴിപാടുകൾ ചെയ്യുവാനിടവരും. സുതാര്യതയുള്ള സമീപനത്താൽ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും. സന്താന ഭാഗ്യമുണ്ടാകും. ശിരോനാഡി രോഗപീഠകൾക്ക് ശസ്ത്രക്രിയ സാധ്യത. സജ്ജന സംസർഗത്താൽ സത്ചിന്തകൾ വർദ്ധിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുമെന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കും. അനൗദ്യോഗികമായി സാമ്പത്തിക വരുമാനമുണ്ടാകുമുണ്ടെങ്കിൽ ചിലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആശയങ്ങൾ വ്യത്യസ്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും. പൊതുവെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ വർഷം അനുഭവയോഗ്യമാകുക. വീഴ്ചകൾ ഉണ്ടാവാതെയും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെയും സൂക്ഷിക്കണം. പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. വിമർശനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾക്ക് ഈ വർഷം പണം മുടക്കുന്നത് അഭികാമ്യമല്ല. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരാധനകളാൽ സാധിക്കും. ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലത് വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത്. സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും. പ്രണയബന്ധം സഫലമാകും. സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരത്തേക്ക് ഉദ്യോഗമാറ്റത്തിന് സാധ്യത. വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും.